നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു കാരണമുള്ളത്, നമ്മളുടെ കഴിഞ്ഞ ബാച്ച് ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് ആയി. അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഈ വീഡിയോ ചെയ്യുന്നത്. കമ്പനിയുടെ ഹെഡുമായി സംസാരിച്ച് നിങ്ങളുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന ഹാളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിനുശേഷം സാറുമായിട്ടൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. അത് അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് ഈ ഒരു കമ്പനി മൂന്നാമത്തെ തവണയാണ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും നമ്മൾ പറയുന്നതിലും നന്നായിട്ട് കമ്പനിയുടെ HR ആയ വിൻസെൻ്റ് സാറുണ്ട്. സാറ് നിങ്ങളുമായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യം നിങ്ങളെ ഇൻ്റർവ്യൂവിൻ്റെ സെഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് സാറുമായിട്ടൊരു ഇൻട്രാക്ഷൻ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ സാർ സമ്മതിച്ചാൽ നമ്മളത് ചെയ്യും. അത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് നേരെ ഇൻ്റർവ്യൂ സെഷനിലേക്ക് പോകാം. അപ്പോൾ ഇൻ്റർവ്യൂ ഇപ്പോൾ നടക്കുന്നത് നമ്മളുടെ ഹാളിൽ അവർക്ക് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻ്റർവ്യൂ നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, അതായത് കമ്പനി എത്തിയതിന് ശേഷം അവർ കമ്പനിയുടെ പ്രൊഫൈലും അതായത് ഓർത്ത് വർക്ക് എങ്ങനത്തെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. MRF MiG-21 എന്ന് പറഞ്ഞുള്ള ഒരു ജെറ്റർ ഉണ്ട്. MiG-21 ഇന്ത്യൻ ഡിഫൻസിൽ ചെയ്യുന്ന ഒരു വലിയൊരു മിഷനാണ്. അവിടെ നമ്മൾ ടയർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ആ ടയർ ചെയ്യുന്ന മെഷീൻസ് നമ്മളിവിടെ ഉണ്ടാക്കും, ആ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കും. ടയർ ബിൽഡിംഗ് മെഷീനറീസ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഏരിയയിലും എക്സ്പോഷർ ഉണ്ടാവും. മെഷീനിങ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ അസംബ്ലി പോർഷൻ ഉണ്ടാവും, പിന്നെ ഡ്രമ്മിൻ്റെ പോർഷൻ ഉണ്ടാവും, പിന്നെ മോൾഡ് സെക്ഷനിൽ ഉണ്ടാവും. സോ യു ക്യാൻ ഗെറ്റ് ഒരു ഫുൾ പെർസ്പെക്റ്റീവ് വ്യൂവിൽ നിങ്ങളുടെ നോളജ് എക്സ്പോഷർ ആവും. ബട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ മാത്രം തന്നെ നിങ്ങളുടെ സ്കിൽഡ് ഡെവലപ്പ് ചെയ്യണം. നോളജ് എല്ലാം ഉണ്ടാവും, ബട്ട് സ്കില്ല് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇതിൽ കൊണ്ടുവരണം. പ്രോഗ്രാമിലോ മെഷീൻ ഓപ്പറേഷനിലോ, പിന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ക്വാളിറ്റിയിലോ, പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഡിസൈനിലോ, ഇത് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചറും കരിയറും ബെറ്ററായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥലത്തിനുള്ളിൽ കൂടെ നിങ്ങൾ വരുന്നുണ്ട്. അത്ര തന്നെ. ഓക്കെ, സോ ഗുഡ് ചാൻസസ് ഫോർ യു. ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ജോയൽ സാർ ഉണ്ട് ഇവിടെ, ജെറിൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചോളാം. നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ് പ്രോസസ്. നത്തിങ് ബട്ട് അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ, അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ദേവൻ മിഷണറീസിൻ്റെ HR ആയ നമ്മളുടെ വിൻസെൻ്റ് സാറാണ്. അപ്പോൾ സാറുമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെൽക്കം സാർ. നമ്മുടെ കമ്പനിയെ പറ്റി സാർ ഒന്ന്, അവിടുത്തെ വർക്കുകളും കാര്യങ്ങളും, എന്ത് ടൈപ്പ് മിഷണറീസാണ് അവിടെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗ്രോ അപ്പ് ചെയ്യാനുള്ള സാഹചര്യം മറ്റുമൊക്കെ ഒന്ന് സാറ് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ MRFന്റെ മെയിൻ കമ്പനിയാണ് ഇത്. ഇതെന്താണെന്ന് വെച്ചാൽ MRFൽ നമ്മൾ ടയർ മാനുഫാക്ചറിങ് ചെയ്യുന്നു. ഇവിടെ ടയർ ബിൽഡിംഗ് മെഷീനറി മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അത് മെഡ്രാസ് റബ്ബർ ഫാക്ടറി, അവിടെ ടയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോസ്റ്റൽ റബ്ബർ എക്യുപ്മെന്റ്സ്, ഈ ടയർ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. അതല്ലാതെ ഡ്രംസ് ഉണ്ട്, പിന്നെ മോൾഡ് ഡിവിഷൻ. നമ്മൾ മോൾഡ് ചെയ്തിട്ട് അത് ഡ്രംസ് ആക്കിയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ആ മോൾഡിൽ നിന്ന് മെഷീനും എടുത്തിട്ട് മെഷീൻ അസംബിൾ ചെയ്ത് അവിടെ കൊണ്ടുപോയി നമ്മൾ അതിൽ നിന്ന് ടയർ ഉണ്ടാക്കും. ഇതിനെ മെയിനായിട്ട് മെഷീനറി ഡിവിഷൻസിൽ മെയിനായിട്ട് നമ്മൾ OTR വലിയ മെഷീനൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ മെഷീൻസ് വന്ന് പലതരത്തിൽ ഉണ്ടാവും. 2 വീലർ മെഷീൻസ് ഉണ്ടാവും, ഓൺ ദ റോഡ് ട്രക്സ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടാവും. ഇത് മെഷീനറി ഡിവിഷൻ. ഇത് സോഫ്റ്റ്വെയർ മെയിനായിട്ട് CNC മെഷീൻ ഷോപ്പ് ഉണ്ട്. അവിടെ എന്തിട്ടാന്ന് വെച്ചാൽ VTL മെഷീൻ ഉണ്ട്, CNC മെഷീൻ ഉണ്ട്, 5 ആക്സിസ്. ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉള്ള മസാക്ക് എന്ന് പറഞ്ഞുള്ള 5 ആക്സിസ് പ്രസിഷൻ മെഷീനറിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഹാസ്, അതുപോലെ തന്നെ മസാക്ക് ഒക്കെയാണ് മുന്നിൽ. ഹാസ് മെഷീൻ അവിടെ 4-5 മെഷീൻ ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം തൊട്ട് നമ്മൾ മസാക്ക് മെഷീൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ അവിടെ സിറ്റ്കോ എന്ന് പറഞ്ഞുള്ള ഒരു വലിയൊരു സ്ഥലമുണ്ട്. അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ. അതിൽ മൊത്തമായിട്ട് നമ്മൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഒരു 5-6 മെഷീൻ തന്നെ ഉണ്ട്. നമ്മളുടെ അടുത്ത് തന്നെ 3 മെഷീൻ ഉണ്ട്. പക്ഷെ അതിൽ ചെക്കന്മാർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി ചെക്കന്മാർ നമ്മൾ ട്രെയിൻ എടുത്തിട്ട് അവിടുത്തെ പ്രോഗ്രാമിനായിട്ട് വരുന്നത്. അതിലൊരു ചെക്കൻ
ചെക്കനാണ് ഇവിടുത്തെ ഇപ്പൊ ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജോബിൻ ഉണ്ട്, ഇപ്പൊ ജെറിൻ എന്ന് പറഞ്ഞ കുറെ ചെക്കന്മാരുണ്ട്. ഞാൻ എല്ലാരും വിളിച്ചിട്ട് ഒന്ന് കൊണ്ടുവരാൻ പറ്റും, സമയന്റെ അകത്ത് വന്നിട്ട് ഒരാൾ മാത്രമേ കൊണ്ടുവന്നു. ഞാനും സാർ അങ്ങനെ മൂന്നാമതും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചപ്പോഴും അത് മൂന്നാമതും വരുന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് നമ്മളോടുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പ്രിൻസിപ്പൽ അച്ഛൻ നമ്മുടെ സെബാസ്റ്റ്യൻ അച്ഛൻ സംസാരിക്കുകയുണ്ടായി. അതും അച്ഛൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റുഡൻസിനെ മാത്രം എടുക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി എന്നും ഒന്നുമില്ല. ബട്ട് ഇൻഡസ്ട്രിയൽ റിക്വയർമെന്റ് എന്നുള്ളത് ഉണ്ടാവും. അതിന് സൂട്ടബിൾ ആയിട്ട് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കണം. ഞങ്ങളുടെ കമ്പനിയിൽ ഇൻഡസ്ട്രിയൽ റിക്വയർമെന്റ് എന്തിട്ടാന്ന് നോക്കിയിട്ട് രണ്ടും മാച്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അത് കാരണം തന്നെ വീണ്ടും പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇവിടത്തെ നിന്ന് എടുക്കണം, ഡോൺ ബോസ്കോയിൽ നിന്ന് എടുക്കണം എന്നുള്ള ഒരു കമ്പൽസറി എനിക്കൊന്നുമില്ല. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണമെന്ന് വിചാരിച്ച് നമ്മളും ഇവിടെ അടുത്തുള്ളത് തന്നെ ജനിച്ചു വളർന്നതാണ്. അപ്പൊ അത് കാരണം നമ്മൾ അത് കൊടുക്കാൻ പറ്റും. ബട്ട് ഞാൻ എൻ്റെ കമ്പനിയിലും എൻ്റെ ജോബിലും നമ്മൾ ഒരു സത്യസന്ധതയായിട്ട് ഇരിക്കുമ്പോൾ ബെസ്റ്റ് പേഴ്സൺ റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ് ഇതന്നെ കൊടുക്കണം. അപ്പോൾ റൈറ്റ് പേഴ്സൺ നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് റൈറ്റ് ജോബ് ഉണ്ട്, കരിയർ ഗ്രോത്ത് കൊടുക്കുന്ന, ഫാറിൻ പോവാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ കമ്പനിയിലുള്ള കൂടുതൽ ആൾക്കാർ ഫാറിൻ ചെയ്യാനായിട്ട് പറ്റും. ലേണിംഗ് ചെയ്യാം. മാസ് പ്രൊഡക്ഷൻ കമ്പനിയല്ല ഇത്, R&D ഓറിയന്റഡ്, അത് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റോ 2 പ്രോഡക്റ്റോ ചെയ്യുന്ന അതുപോലുള്ള ഇതുണ്ട്. അപ്പോൾ റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബ് കിട്ടുമ്പോൾ നിങ്ങൾ റൈറ്റ് പേഴ്സൺ ആലോചിച്ച് നോക്കുമ്പോൾ മിക്കവാറും ഇന്ന് മാർക്കറ്റിൽ അത് സ്കാർസിറ്റി കുറവാണ്. ബട്ട് ഇതുപോലുള്ള ഒരു ഡാൻ ബോസ്കോ പോലുള്ള 1-2 കമ്പനികൾ, ഒരു ട്രെയിനിങ് സെന്ററിൽ തന്നെ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ എന്തിട്ടാ വേണം എന്നുള്ളത്, എന്തൊക്കെ മിനിമം സ്കിൽസ് റിക്വയർമെന്റ് വേണം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മെഷീനിൽ ഓപ്പറേറ്റ് ചെയ്യാം, ഈ മെഷീനിൽ മോഡിൽ എൻഗേജ് ചെയ്യാം, ക്വാളിറ്റി സൂപ്പർവൈസർ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ആ റിക്വയർമെന്റിനനുസരിച്ചുള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്ന കാരണം തന്നെ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, CAD CAM പ്രോഗ്രാമിംഗ്സ് ഉണ്ട്, 3D ഡിസൈൻ മെഷീൻസ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടുതലായിട്ട് മസാക് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ടെക്നോളജി സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതൊക്കെ പഠിക്കുന്നത് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. ബട്ട് ആൾറെഡി ഇതുപോലുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ചെക്കന്മാർക്ക് ഇത് കുറച്ച് ഈസി ആയിട്ട്. ഇപ്പോഴത്തെ ജനറേഷനോട് സാറിന് പറയാനായിട്ടുള്ളൊരു എന്തെങ്കിലും, അതായത് ഇപ്പോഴത്തെ ജനറേഷൻ അറിയാലോ സാറിന്, ഒരു സ്ഥലത്തും അങ്ങനെ സ്ഥിരമായി നിന്ന് ജോലി ചെയ്യുക എന്നുള്ളത്, ഇപ്പം നമ്മൾ വരുമ്പോഴേ വലിയൊരു സാലറി ഇൻകം പ്രതീക്ഷിച്ച് വരുന്നു, അതല്ലെങ്കിൽ നമ്മൾ വരുന്ന അറ്റ്മോസ്ഫിയറിൽ നമ്മളുടെ അക്കോമഡേഷൻ അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവിടുന്ന് ചാടി പോകുന്ന കുട്ടികളോട് സാറിന് എന്താ പറയാനുള്ളത്? ഇത് ഒരു ഇൻഡെപ്ത് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് ഇപ്പം മാക്സിമം ഞാൻ ഇവിടെ നോക്കുമ്പോൾ കേരളത്തിലുള്ള മിക്കവാറും ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള താല്പര്യമില്ല. പെട്ടെന്ന് ലാക്സിലെ സാലറി വേണം, പിന്നെ ഒരു ചെറിയതായിട്ട് ഒരു ലക്സറിയിൽ ഒരു വലിയ ലക്സറി കാർസ് കുറേയൊക്കെ ഉണ്ട്, അതുപോലുള്ള ഒരു വലിയൊരു ഫാറിനിൽ സെറ്റിൽ ആവണം എന്നുള്ള ഇതുണ്ട്. ബട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, ദാറ്റ് ഈസ് വൺ കോൺസെപ്റ്റ്. അത് ഒരു സിലർക്ക് ഉണ്ടാവും. ഫാസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഒരു ട്രാക്ക് ഉണ്ടാവും, അതും ഒരു ട്രാൻസ്ഫർ. അപ്പോൾ നമ്മളുടെ സ്കിൽ എന്തിട്ടാന്ന് ഫസ്റ്റ് മനസ്സിലാക്കണം. ആ സ്കിൽ നോളേജ് ഫസ്റ്റ് ഡെവലപ്പ് ആക്കണം, നോളേജിനെ സ്കില്ലായിട്ട് കൺവേർട്ട് ആക്കണം. ബട്ട് ഏത് സ്കില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മൾ സ്കില്ലിനനുസരിച്ച് അതിൽ തന്നെ സ്ഥിരമായിട്ട് പിടിച്ച് നിന്നാൽ മാത്രം തന്നെ 1 വർഷം 2 വർഷം മാറാം. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവും. ആ പ്ലാന്റ്സിൽ ചെറിയ ഈ കായ്കറി പച്ചക്കറി ഉള്ളതൊക്കെ അതിന്റെ ടോട്ടൽ ലൈഫ് മാക്സിമം 3 months 6 months, മാക്സിമം ഒന്നുകൂടി പോയാൽ 1 year ഉണ്ടാവും. ബട്ട് തെങ്ങിൻ്റെ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ബെനിഫിറ്റ്സ് കിട്ടാൻ തന്നെ നമുക്ക് 3-4 കൊല്ലം എടുക്കും. ബട്ട് അത് 5 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ ലൈഫ് 30 to 40 years വരെ ഉണ്ടാവും. സോ അതുപോലെ തന്നെ പെട്ടെന്ന് ചാടി കയറുന്ന സ്ഥലത്തിൽ അവർക്ക് അത്രയ്ക്കും കിട്ടത്തില്ല. ബട്ട് അവർക്ക് ഇവിടെ നിന്ന് അവിടെ കാണുമ്പോൾ ബെറ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ ലൈഫിന്റെ ബാലൻസ് അനുസരിച്ച് നമ്മളുടെ നോളേജ് അനുസരിച്ച് ആ ഏത് സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ആക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ എത്ര സ്കോപ്പ് ഉണ്ട് എന്ന് അത് ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം തന്നെ ഉണ്ടാവും. റെഡി ആവത്തില്ല. ഇന്ന് മാക്സിമം ഒരു 30-40 കൊല്ലം കഴിഞ്ഞിട്ട് അറബ് കൺട്രീസിലും പിന്നെ ഫോറിനുള്ള കൺട്രീസിലെ ഇന്ത്യൻ പീപ്പിൾസ് സ്ലോലി കം ബാക്ക്. ബിക്കോസ് ദ റീസൺ ദേ ആർ ഡ്രെയിൻഡ്, ദേ ആർ നോളേജ് ഡ്രെയിൻഡ്, ദ സ്കിൽ ഡ്രെയിൻഡ്. That is slowly drained out from there. So they want reskilling. But നമ്മളുടെ ഇപ്പം നിങ്ങൾ ചോദിച്ച പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ എന്തിട്ടാന്ന് വെച്ചാൽ ഈ ചെക്കന്മാർക്ക് പെട്ടെന്ന് ഒരു ജോലി കയറണം,
ഒരു 40,000-50,000 ഉണ്ടാവണം. ഹൈ 40,000 പറയാൻ പറ്റില്ല, ഹൈ സാലറി ഉണ്ടാവണം. ആ സാലറി അവന്റെ സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫ് മാച്ച് ചെയ്യാനുള്ള ഒരു സാലറി ആയിട്ട് ഉണ്ടാവണം എന്ന് നോക്കുന്നത്. ബട്ട് ആ സൊഫിസ്റ്റിക്കേറ്റഡ് ലൈഫിന് നമ്മൾ എന്തിട്ടാ ലേൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ എന്തിട്ടാ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളെ എങ്ങനെ സ്കൾപ്പിംഗ് ചെയ്തിട്ടുണ്ടാവെന്ന് പറയും. അപ്പൊ സ്കൾപ്പിംഗ് ഒരു വേർഡ് പറയുമ്പോൾ ഇവിടത്തെ ആൾക്കാർ കുറെ ഇന്റർവ്യൂ ചെക്കന്മാരെ നോക്കുമ്പോൾ ദേ ആർ ഇൻ സം അതർ ഫീൽഡ്. ദേ ആർ കമ്മിങ് ഹിയർ ലേണിംഗ് ദിസ് കോഴ്സ് ആൻഡ് ദേ വാണ്ട് ടു go in depth in this course and they want to come up in this life because they are choosing the right path because their interest, their dedication, their contribution, their consistency, then they are growing, then they come up in the life. ഇപ്പൊ ഈ പാത്തിൽ പോകാതെ വേറെ പാത്ത് കൂടെ സക്സസിന് ഒരേ പാത്ത് തന്നെ ഉണ്ട്, സ്റ്റേറ്റ് പാത്ത്. കൂടുതലായിട്ട് വേറെ വഴിയിലൂടെ നമ്മൾ സക്സസ് ആകും. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ചെക്കന്മാർ സ്ഥിരമായിട്ടുള്ള സക്സസ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേർവഴി കൂടെ പോകണം, സ്ലോ ആയിട്ട് പോകും. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ചവിട്ടുപടി നമ്മൾ കൃത്യമായി പോകണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്. സോ നമ്മളുടെ ഈ ഒരു സെഷനിൽ സാറ് കുറേ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. സോ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതുവരെയും ഇങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വീഡിയോ നമ്മൾ അല്ലെങ്കിൽ ഇൻട്രാക്റ്റീവ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല, നമ്മുടെ ചാനൽ ചെയ്തിട്ടില്ല. ഇനിയുള്ള അതായത് നമുക്ക് കുറേയധികം കമ്പനീസ് ഇങ്ങനെ വന്നു പോയി വരുന്നുണ്ട് ഓരോ ബാച്ചുകളിലായിട്ട്. അപ്പോൾ അതിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷനാണ് എനിക്ക് MRF, നമ്മളെ ദേവൻ മെഷറീസും. സാറേ നമ്മളുടെ ദേവൻ മെഷറീസ് കൂടാതെ നമുക്ക് 5ഓളം കമ്പനികളില്ലേ, ഒന്നുകൂടെ പറയാം. അവിടെ ഞങ്ങളുടെ ദേവന്റെ വേറെ 2-3 യൂണിറ്റ് ഉണ്ട്. അതിൽ 3 യൂണിറ്റ് ഉണ്ട് ദേവന്റെ. കോസ്റ്റലിൽ ഒരു യൂണിറ്റ് ഉണ്ട്. അതില്ലാത്ത ബ്രാഗ LLB എന്ന് പറഞ്ഞത് അവിടെ തന്നെ മാക്സിമം ലേറ്റസ്റ്റ് CNC മെഷീൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ ചെക്കന്മാരൊക്കെ മാക്സിമം അവിടെ തന്നെ അത് ചെയ്തിട്ട് അവിടെ പിന്നെ റബ്ബർ മാറ്റ് ആൻഡ് JC, ഇത് 2 കമ്പനി ടോട്ടലായിട്ട് ദേവൻ മെഷീൻസ്, കോസ്റ്റൽ റബ്ബർ, ബ്രാഗ LLB, JC ആൻഡ് റബ്ബർ മാറ്റ്, ഈ 5 കമ്പനി ടോട്ടലി 9 ഫാക്ടറീസ് ഉണ്ട്. ഈ 5 കമ്പനികളും കൂടെ കൂടിയാണ് നമ്മൾ MRFന് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മെഷീൻ എടുത്തിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് അവർ ടയർ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നു. അതിനുള്ള എല്ലാ സജ്ജീകരണവും നമ്മൾ ഇവിടുന്ന് ചെയ്ത് MRFന് കൊടുക്കുന്നു. ഓക്കെ, എല്ലാം MRFന്റെ മാത്രം നമ്മൾ ചെയ്യുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഇതൊരു നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പം നമ്മുടെ 3ാമത്തെ തവണയാണ് സാറ് നമ്മളുടെ കോളേജിലേക്ക് വരുന്നത്, 3rd ടൈമാണ്. സോ ഈ ഒരു ടൈമിൽ സാറിന് നമ്മളുടെ സ്ഥാപനത്തെ പറ്റിയിട്ടൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, എന്തായാലും ഇങ്ങോട്ട് വരാനായിട്ട് സാറ് തീരുമാനിച്ചൊരു 3ാമത്തെ പ്രാവശ്യം. അപ്പോൾ അത് എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയുകയാണെങ്കിൽ സന്തോഷം. റിയലി ഞാൻ തന്നെ നിങ്ങൾക്ക് താങ്ക്സ് പറയണം. എന്താണെന്ന് വെച്ചാൽ 3ാമത്തെ പ്രാവശ്യം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മെയിനായിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്, ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ്. അപ്പം നമ്മൾ കേരളത്തിൽ കുറേ സ്ഥലത്തുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയി അവിടുത്തെ റിവ്യൂ ഉണ്ടാവും. റിവ്യൂ നോക്കുമ്പോൾ മെയിനായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ ചെക്കന്മാരുടെ പെർഫോമൻസും അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കിങ്ങും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. രണ്ടാമത്തേത് ഇവിടുത്തെ കൺസിസ്റ്റൻസി. ഇവിടുത്തെ ആൾക്കാർ ജോയിൻ മിക്കവാറും ഇന്ത്യ ഫുള്ളായിട്ട് അറിയാം, മലയാളീസ് എവിടെയും ഒരു സ്ഥലത്തിൽ നിൽക്കത്തില്ല. അവരുടെ എയിം ഈ ഗൾഫ് കൺട്രീസിലും പിന്നെ നവഡേസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന ചെക്കന്മാരിൽ മിക്കവാറും 80 to 90% ആൾക്കാർ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ 1 year കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വന്നത് 3ാമത്തെ പ്രാവശ്യം വന്നത് മെയിനായിട്ട് ഇവിടെ പഠിച്ച ഒരു ചെക്കനെ വെച്ചിട്ട് തന്നെ ഞാൻ അവിടെ പ്രൊമോഷൻ ആക്കി ആ പുള്ളി പ്രോഗ്രാമറായിട്ട് ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ മലയാളീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. എവിടെ പോയാലും ഒരു കൺട്രോൾ ആയിട്ട് ഒരു സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് മുന്നോട്ട് പോകും, ചെയ്യുന്ന പണി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നുള്ളത് ഉണ്ടാവും. അത് നോട്ട് ഓൺലി ഹിയർ, അത് എവിടെ പോയാലും ഉണ്ടാവും. അപ്പൊ അത് കാരണം ഈ ചെക്കന്മാരുടെ പെർഫോമൻസ് മറ്റേ സ്ഥലത്തു നിന്ന് എടുക്കുന്ന ആൾക്കാരിനെക്കാട്ടിലും ഉണ്ട്. അത് കാരണം തന്നെ ഞാൻ മെയിനായിട്ട് വന്നതാണ്. അപ്പം ഇനിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ഭാഗത്തുനിന്നും, അതായത് സാറിന്റെ ഭാഗത്തുനിന്ന്, സാറിന് നമുക്ക് താങ്ക്സ് പറഞ്ഞാൽ മതിയാവില്ല. കാരണം ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഇങ്ങനെ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്തോളാം. ബിക്കോസ് കമ്പനി ഗേവ് മീ ദ ചാൻസ് ടു റിക്രൂട്ട് സം പീപ്പിൾ ഫ്രം ഡാൻ ബാസ്കോ. Luckily, by God's grace, they are the best people to match our requirement. So അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകിച്ച് രഞ്ജിത്ത് സാറിനും അച്ഛനും ഞാൻ താങ്ക്സ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും വരുമ്പോൾ ബെസ്റ്റ് കാൻഡിഡേറ്റ് റെക്കമെൻഡ് ചെയ്യുന്നതും അവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ അത് ആ സ്റ്റുഡൻസ് ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റിന് മാച്ചായി വരുന്നതും അത് റൈറ്റ് പേഴ്സൺ ഫോർ റൈറ്റ് ജോബായിട്ട് മാച്ചായി വരുന്നതൊക്കെ
റിയലി താങ്ക്സ് ഫോർ ദാറ്റ്. ഞാൻ എൻ്റെ കമ്പനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനും താങ്ക്സ് പറയാം. എസ്പെഷ്യലി പ്രത്യേകിച്ച് രഞ്ജിത്ത് സാറിൻ്റെ അടുത്ത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ബിക്കോസ് യു ആർ റിയലി ഡെഡിക്കേറ്റഡ് and intends to do help the people and try to place the people. അത് എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാവും. ബട്ട് സാറിൻ്റെ അടുത്ത് കുറച്ച് കൂടുതലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ സാറേ അതൊരു ചെക്കുണ്ട് സാർ, കുറച്ച് അങ്ങനെയുണ്ട്, അത് കുറച്ച് ഒരു ഇതുണ്ട്, ഫാമിലി സംതിങ് അതൊക്കെ പറഞ്ഞിട്ട് സാറേ ഈ ചെക്കൻ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് കൊടുക്കും. അപ്പോൾ ഈ പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു ടീച്ചർ കിട്ടുന്നത് ഈ സ്റ്റുഡൻസിന് കുറച്ച് എല്ലാ സ്റ്റുഡൻസിനും, ഞാൻ ഈ സ്റ്റുഡൻസ് മാത്രമേ, എല്ലാ സ്റ്റുഡൻറ്റും ഒരു ലക്ക ലൈഫിൽ. അപ്പൊ അതുപോലുള്ള സ്റ്റുഡൻസ് ഇവിടത്തുള്ള സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാറിന്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അതെ നമുക്ക് മാനേജ്മെന്റ് എന്നുള്ളൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നിന്നൊരു വീഡിയോ ചെയ്യുക, നമുക്കൊരു ചാനൽ കൊണ്ടുവന്നു. എനിക്ക് ഇതിനിടയിൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു മാനേജ്മെന്റും കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. സോ എല്ലാത്തിനും ഈ ഒരു വീഡിയോയിലൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷനോട് അവസാനിപ്പിക്കുകയാണ്. സാറിന് ഒരു വട്ടം കൂടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.